അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷിഹാബിൻ്റെ പേര് പോയ വ്യക്തി എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഷിഹാബ് യാത്ര പോകുന്നവരെ രാവിലെ മുതൽ രാത്രി വരെയുള്ള അതിൻ്റെ ഇടവേളകളിലെ എല്ലാ സമയത്തും ഷിഹാബിന് വമ്പൻ സപ്പോർട്ടാണ് ലഭിച്ചിരുന്നത്. ഒരുപാട് പേര് ഷിഹാബിന് വേണ്ടിയിട്ട് ഭക്ഷണം, താമസം, വിശ്രമിക്കാനുള്ള സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്ത് വളരെ സൗകര്യമായിട്ട് സന്തോഷത്തിലായിരുന്നു ഷിഹാബ് പോയിരുന്നത്. ഞങ്ങളും അതോടൊപ്പം തന്നെ റാഹത്തിലായിരുന്നു പോയിരുന്നത്. പക്ഷേ ഇവിടെ ഇർഷാദിൻ്റെ കേസാണെങ്കിൽ ഇർഷാദ് ഒറ്റയ്ക്കാണ് പോകുന്നത്. ആരവങ്ങളില്ല, സഹായങ്ങളില്ല, ആ രീതിയിലാണ് പോകുന്നത്. എങ്ങനെയായാലും ഈ ഒറ്റയ്ക്കുള്ള യാത്രയിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കും, എന്താണ് ഇങ്ങനെ പോകുന്നത്, എന്താണ്, എവിടെയാണ് പോകുന്നത്, ഒറ്റയ്ക്ക് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിശേഷം ഈ രീതിയിലാണ് പറയുന്നതെങ്കിൽ എന്തായാലും ആരുടെയെങ്കിലും മനസ്സറിയാതിരിക്കില്ല. അതോടൊപ്പം തന്നെ സഹായ സഹകരണങ്ങൾ കൊടുക്കാതിരിക്കില്ല. അത്യാവശ്യം അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാതെ ഭക്ഷണവും താമസമൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മീഡിയയിൽ നിന്ന് ലഭിച്ച വിവരം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ഇർഷാദ് ഇപ്പോൾ റാഹത്തായിട്ട് കാസർഗോഡിൻ്റെ മണ്ണിലൂടെ യാത്ര പോവുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇർഷാദിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായവും താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും എല്ലാം തന്നെ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ യാത്ര സഫലമാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ ആമീനും കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.